കേരളം കാത്തിരുന്ന ഷാരോൺ വധക്കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നു അല്ലെ. സംഭവത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലായിരുന്നു ഇന്നലെ വിസ്താരം നടന്നത്. കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന ഇതിലെല്ലാത്തിലും വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സംഭവത്തിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടു. എന്നാൽ മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലെ, എന്തുകൊണ്ട് അമ്മ രക്ഷപ്പെടുകയും അമ്മാവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് അവസാനം പറയാം. അതിനു മുമ്പ് അതിനെ കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇന്നലെ വളരെ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഗ്രീഷ്മ കോടതിയിലേക്ക് കയറി പോയത്. താൻ രക്ഷപ്പെടുമെന്നുള്ള 100% വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ വിചാരിച്ചതിലും വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചു. കോടതി അവൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതോടെ വളരെ മാനസികമായി തകർന്ന നിലയിലേക്ക് ഗ്രീഷ്മ മാറി എന്നുള്ളതാണ്. ഇന്നലെ കോടതിയിലേക്ക് കയറി പോകുന്ന മുഖമല്ലായിരുന്നു ഇറങ്ങി വരുമ്പോൾ ഗ്രീഷ്മയുടേത്. വളരെ കോൺഫിഡന്റോട് കൂടി കയറിപ്പോയ ഗ്രീഷ്മ തിരിച്ചിറങ്ങുമ്പോൾ വളരെ അസ്വസ്ഥയായ നിലയിലായിരുന്നു. എന്നിരുന്നാലും ഇന്നലത്തെ കോടതി വിചാരണയ്ക്ക് ശേഷം വണ്ടിയിൽ കയറുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇന്നലെ 24 ന്യൂസിൽ വന്ന ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. ഒന്നാം പ്രതി ഗ്രീഷ്മയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുള്ളിൽ എന്തോ ശ്വാസതടസ്സം പോലെ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ, എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഒന്നാം തരം കുറ്റവാളികളെ വെല്ലുന്ന രീതിയിൽ ഇതെന്തോ പഠിക്കാൻ സമർത്ഥയാണ് എന്നൊക്കെ ഏതോ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ MA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി. ഓക്കെ, ഈ ദൃശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. വണ്ടിയിൽ കയറി ഉടനെ തന്നെ അവൾക്ക് ശ്വാസം മുട്ട അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. മുട്ടണല്ലോ അമ്മാതിരി പണിയിൽ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്നലത്തെ വിസ്താരത്തിന് ശേഷം ഇന്നൊരു തവണയും കൂടി കോടതി ഗ്രീഷ്മയെ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ വേണ്ടി. പക്ഷെ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് കോടതി നിന്ന് തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി തിങ്കളാഴ്ച അറിയാൻ പറ്റും. എന്നിരുന്നാലും ഇന്നലെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഈ വിധി വന്നിട്ട് അതിന്റെ ശേഷം ചെയ്യാന്ന് കരുതിയതായിരുന്നു. ആ കാത്തിരിപ്പ് വെറുതെയായി. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ കേസിന്റെ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തോളം ഈ പറഞ്ഞ ഗ്രീഷ്മയും ഷാരോണും അഗാധമായ പ്രണയത്തിലായിരുന്നു. ഒരുപാട് തവണ അവർ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു. അങ്ങനെ ഇവർ പ്രണയവും മറ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മക്ക് ഒരു വിവാഹാലോചന വരുന്നത്. പട്ടാളക്കാരൻ പയ്യൻ, വെൽ സെറ്റിൽഡ് ഫാമിലി. അതോടെ ഗ്രീഷ്മയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടുന്നു. ഷാരോണിനെ ഒഴിവാക്കി ഈ പട്ടാളക്കാരനെ കെട്ടിയാൽ എന്താ എന്നൊരു ചിന്ത ഗ്രീഷ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഗ്രീഷ്മ എന്താക്കുന്നു, ഷാരോണിനെ ബന്ധപ്പെടുന്നു. എന്നിട്ട് പറയാണ്, എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, വീട്ടുകാർ അവനെ കെട്ടാനാണ് പറയുന്നത്, നീ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്നുള്ളത്. സാധാരണ പല പെൺകുട്ടികളും കാമുകന്മാരെ ഒഴിവാക്കാനുള്ള ഒരു അടവ് നടത്തുന്ന പോലെ തന്നെ ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവന് ജോലി ഇല്ലായിരുന്നു. പക്ഷെ ഗ്രീഷ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഷാരോൺ ആ ബന്ധത്തിൽ നിന്നും ഒഴിവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതോടെ ഫസ്റ്റ് പദ്ധതി അങ്ങ് പാളിപ്പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്ത പദ്ധതിയുമായി ഗ്രീഷ്മ ഇറങ്ങാണ്. ഗ്രീഷ്മ നേരെ ഷാരോണെ സമീപിച്ച് പറയാണ്, ഞാൻ ഇന്നലെ ഒരു ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. ആ ജോത്സ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ആദ്യം വിവാഹം കഴിക്കുന്ന ആൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വാസമില്ലായിരുന്നു. ഷാരോൺ എന്താക്കിയെന്ന് അറിയോ, ഗ്രീഷ്മയും കൂട്ടി നേരെ വെട്ടുകാട് പള്ളിയിൽ പോയി അവളുടെ കഴുത്തിൽ ഒരു മാല ഇടിച്ചു. എന്നിട്ട് സിന്ദൂരവും തൊട്ടു. എന്നിട്ട് അങ്ങോട്ട് ഒരു ഡയലോഗ് അടിച്ച്, നോക്കൂ എനിക്കിപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസമാണെന്നുള്ള രീതി. അതോടെ ഗ്രീഷ്മയുടെ ആ പദ്ധതിയും പാളിപ്പോയി എന്നുള്ളതാണ്. അതോടെ ഗ്രീഷ്മക്ക് മനസ്സിലായി ഏത് മുഖേനയും ഇവനെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഗ്രീഷ്മ മുന്നിൽ ഒരു ഓപ്ഷനായി തിരഞ്ഞെടുത്തത് അവനങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെ കൊല്ലാം എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി ഗ്രീഷ്മ പലതവണ ഇന്റർനെറ്റിൽ പരിധിയിരുന്നു പോലും. അങ്ങനെയാണ് ഗ്രീഷ്മയുടെ മനസ്സിലൊരു ഐഡിയ ഉദിക്കുന്നത്. ഗ്രീഷ്മ എന്താക്കി, നേരെ കടയിൽ പോയി 2 മാംഗോ ജ്യൂസ് മേടിക്കുന്നു. അതിലൊന്നിൽ കൂടിയ അളവിൽ പാരസെറ്റമോൾ കലർത്തുന്നു. എന്നിട്ട് ഇവർ 2 പേരും ഒരിടത്തേക്ക് ട്രിപ്പ് പോയ വേളയിൽ ജ്യൂസ് ചലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് പാരസെറ്റമോൾ കലക്കിയ മാങ്ങ ജ്യൂസ് അവനക്ക് കൊടുക്കുന്നു. ഷാരോൺ അത് കുടിച്ചതും ഭയങ്കര കയ്പാണെന്നും പറഞ്ഞങ്ങ് തുപ്പിക്കളഞ്ഞു. അതോടെ ആ പദ്ധതിയും അങ്ങ് പാളിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും ഈ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഭയങ്കര മധുരമാണല്ലോ, പാരസെറ്റമോൾ ആണെങ്കിൽ ഭയങ്കര കയ്പും. അപ്പൊ ഈ മധുരമുള്ള ലായനിയിൽ ഈ കയ്പുള്ള പാരസെറ്റമോൾ ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിന് ടെക്സ്ചറും മാറും, അതിന് ടേസ്റ്റും മാറും. അത് തന്നെയാണ് ഈ പദ്ധതി പാളിപ്പോയുള്ള കാരണവും. പിന്നെ മുന്നിൽ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് വല്ല കഷായത്തിലും ഇങ്ങനത്തെ വല്ലതും കലക്കി കൊടുക്കുക എന്നുള്ളതാണ്. കഷായമ്പോ ഭയങ്കര കയ്പാണല്ലോ. അങ്ങനെയാണ് കഷായത്തിൽ അമ്മ വാങ്ങി വെച്ച് കാർപ്പിക് എന്ന് പറയുന്ന കളനാശിനി കലർത്തുന്നത്. അങ്ങനെ ഇതെല്ലാം കലർത്തി വെച്ചതിന് ശേഷം ഗ്രീഷ്മ എന്താക്കുന്നു, നേരെ ഷാരോണിനെ വിളിക്കുന്നു. എന്റെ വീട്ടിൽ ആരും ഇല്ല, നീ ഉടനെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ഷാരോൺ ഉടനെ തന്നെ എടുത്ത് ചാടി അങ്ങോട്ടേക്ക് ചെന്നു. കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. സുഹൃത്തിനെ പുറത്ത് നിർത്തിയതിനു ശേഷം ഉള്ളോട്ട് കയറി ചെന്നു. അങ്ങനെ ഉള്ളിലേക്ക് വന്ന് ഷാരോണിനോട് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ചാലഞ്ച് എന്താണെന്ന് ഗ്രീഷ്മ പറയാണ്, ഞാൻ കുടിക്കുന്ന ഒരു കഷായമുണ്ട്, അത് ഭയങ്കര കയ്പാണ്, അത് നിനക്ക് മുഴുവനായിട്ട് കുടിക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കഷായം ചലഞ്ച് പോലെ അതും പറഞ്ഞുകൊണ്ട് അവൾ ആ കാർപ്പിക്ക് കലക്കിയ കഷായം അവന്റെ കയ്യിലെടുത്ത് കൊടുക്കുന്നു. അവരാണെങ്കിൽ ഒറ്റ വലിക്കാൻ കുടിക്കുകയും ചെയ്തു. കുടിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവ നന്നായി ഛർദ്ദിക്കാൻ തുടങ്ങി. നേരെ പുറത്തിറങ്ങി പുറത്തുള്ള സുഹൃത്തിനെയും കൊണ്ട് ഇവ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴികളിലെല്ലാം ഇവൻ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-4 ദിവസം ഇവൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാകുന്നു, മരണപ്പെടുന്നു. ഇതാണ് ഈ കേസിൽ ഇപ്പൊ ഇത്രയും സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം 2 വർഷം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2 വർഷം മുന്നേ സംഭവിച്ച ഒരു കാര്യത്തിന് ഇപ്പോഴാണ് കോടതി വിസ്തരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. കൂടെ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്.
അവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ലോഡ്ജിൽ അതെ 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 ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയായിരുന്നു. കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവളുടെ കഴുത്തിലൊരു മാല ഇവനിട്ട് കൊടുത്തു. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആണെന്നറിയാം. അതിനൊന്നും ഇവർക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. വേളി ടൂറിസ്റ്റ് വില്ലേജ്, അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി, അവിടെയുള്ള ബീച്ചുകൾ എല്ലാം പോയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് തെളിവുണ്ട്, ജ്യൂസ് എവിടെ നിന്ന് കിട്ടുന്നൊക്കെ ഉണ്ട്. എല്ലാം അത്ര ഒരു മണ്ടിയാണ് പെൺകുട്ടി, അത്ര ഒരു ചിന്തിക്കാനൊക്കെ, അത് പിടിക്കാനൊക്കെ അറിയുന്നത്, പഠിക്കാനൊക്കെ അതിസമർത്ഥ്യ പെൺകുട്ടിയാണെന്ന് അറിയുന്നത്. അല്ല, നമ്മൾ ഈ എത്ര കുറ്റകൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കുമല്ലോ. അപ്പം എല്ലാം ക്ലിയറാക്കി ചെയ്തതായിരിക്കാം. പക്ഷെ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് സെർച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്ത അളവ് കൂടിപ്പോയി. അത് കുറേശ്ശെയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ. ഒറ്റയടിക്ക് ഇത് വെപ്രാളത്തിനിടയ്ക്കും ഇതൊരു കലക്കി വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഇന്റേണൽ ഓർഗൻസിനെ ഇത് ബാധിച്ചു. ഇത് പിന്നെ ഈ കാപ്പിക്ക് എന്ന് പറയുന്ന കളനാശിനി അത് ഈ അന്നനാളം തൊട്ട് ദ്രവിച്ചു പോയി. ഇവൻ്റെ വെള്ളമൊന്നും ഉറക്കാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലായത്. പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ദിവസം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ ടൈം ഞാൻ ഓർക്കുന്നില്ല. അത് പിന്നീട് ഇതിൻ്റെ ഒരു ലക്ഷണവും ഒരു പിന്നെ ടെസ്റ്റിലും കണ്ടെത്താൻ പറ്റില്ല. അതൊക്കെ കുട്ടിക്ക് അറിയായിരുന്നു. അതെല്ലാം സെർച്ച് ചെയ്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്ത് എല്ലാം എടുത്തത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകമാണ് ഇത് തന്നെ പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാർപ്പിക് എന്ന് പറയുന്ന കളനാശിനി 24 മണിക്കൂർ മാത്രമേ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെ ഈ കുട്ടി പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അതെല്ലാം പഠിച്ചിട്ടാണ് ഈ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം ഈ പെൺകുട്ടി എക്സിക്യൂട്ട് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കൊല നടത്താൻ എല്ലാ തരത്തിലും അവൾ ഒരുങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ അവൾക്ക് പാളിയത് എവിടെയാണെന്ന് വെച്ചാണെങ്കിൽ പല തവണകളായി പല ലായനികളിലും കുറച്ചിച്ച് കാർപ്പിക കലർത്തി കൊടുത്ത് ഇവനെ പതിയെ കൊല്ലാനായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ആദ്യത്തെ കഷായത്തിൽ ഇവൾ വെപ്രാളത്തിൽ അളവ് കൂടി പോയപ്പോൾ ആളങ്ങ് പോയി എന്നുള്ളതാണ്. അവിടെയാണ് ഇവൾക്ക് പാളി പോയത്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ അമ്മയുടെ റോൾ എന്താണ്, അമ്മാവിന്റെ റോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ട്. ഇവിടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മ ഷാരോണിനെ കൊടുത്ത കഷായ കുപ്പി വലിച്ചെറിയാൻ അമ്മയാണ് സഹായിച്ചത്. അതിനാണ് അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അമ്മ വലിച്ചെറിയുന്നത് ആരും എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അമ്മയെ വെറുതെ വിട്ടത്. പക്ഷെ അമ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കളനാശിനി ഗ്രീഷ്മയ്ക്ക് എത്തിച്ചു കൊടുത്തതും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചതിന് ശേഷം അത് നശിപ്പിച്ചതും ഒക്കെ പുള്ളിക്കാരനാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കളനാശിനി വാങ്ങിച്ച് ഷോപ്പിന് ബില്ല് പോകാൻ മതിയല്ലോ. ആ തെളിവ് തന്നെ ധാരാളമാണ്. സോ അതുകൊണ്ടാണ് അമ്മാവും കുടുങ്ങിയതും അമ്മ രക്ഷപ്പെട്ടതും. എന്നിരുന്നാലും ഇനി ഇവിടെ എങ്ങനെ ഗ്രീഷ്മ കുടുങ്ങി, ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തിയിട്ടും അവളെങ്ങനെ പെട്ടു അല്ലേ? ആ ഒരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. ഇവിടെ ഗ്രീഷ്മയെ പെടുത്തിയത് മറ്റാരുമല്ല, ഷാരോണിന്റെ സഹോദരനാണ്. ഈ ഷാരോൺ ഇതെല്ലാം കുടിച്ച് ഹോസ്പിറ്റലിലായ സമയത്ത് ഷാരോന്റെ സഹോദരൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഗ്രീഷ്മയെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷാരോന്റെ സഹോദരൻ ഒരു ആയുർവേദിക് ഡോക്ടർ ആണെന്നും കൂടി ഓർക്കണം. പുള്ളിക്കാരെ വിളിച്ചിട്ട് എന്താക്കി, എന്ത് കഷായമാണ് കൊടുത്തത്, എവിടുന്നാണ് വാങ്ങിച്ചത്, അതിന്റെ പേരെന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗ്രീഷ്മ പഠിക്കാൻ തുടങ്ങിയെന്നതാണ്. അവരെന്താക്കിയ നല്ല രീതിയിൽ അങ്ങ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. നമുക്ക് എന്തായാലും ഷാരോണിന്റെ സഹോദരനും ഗ്രീഷ്മയും തമ്മിൽ സംസാരിക്കുന്ന ആ റെക്കോർഡിന് ചെറിയ ഭാഗം ഒന്ന് കേട്ടോക്കാം. അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷൻ കഷായം അല്ലേ? നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങള്? നാഗാർജുന കോകിലാക്ഷൻ കഷായം. നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ. നാഗാർജുന കോകിലാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത്. അയച്ചു തന്നിട്ട് അവള് കാണുന്നത് പുത്തൻകടയിൽ നിന്നാണ് എന്നിട്ട് പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്നുകൂടെ വിളിച്ച് ഞാൻ ചോദിച്ചു നോക്കും. അയാളെ നമ്പരോ അഡ്രസ്സോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നാ. അവള് വീട്ടിൽ ഞാൻ മൊബൈലിൽ എങ്ങനെയും എടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ അവള് തരുന്നില്ല. എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ പറ, നിനക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകുട്ടിയാണ്, അവർക്ക് ഇങ്ങനെ ഇത് സെയിം പ്രോബ്ലം ഉണ്ട്, ഇത് കാണിക്കണമെന്ന് പറയാം, കൺസൾട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായിരുന്നു പ്രോബ്ലം? നിനക്കെന്താ ഇത് എന്ത് പെയിനിനോ? നടുവേദന, കാലിന്റെ അങ്ങോട്ട്. ഓക്കെ, അതാണ് ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇവള് ബബ്ബാണ് അടിക്കുന്നത്. ഒരു 6 മിനിറ്റോളം ഉണ്ട് ഈ വോയിസ് റെക്കോർഡ്. ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഷാരോന്റെ സഹോദരൻ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. അവൻ എന്താക്കി, ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ഇത് മീഡിയക്ക് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഗ്രീഷ്മ ശരിക്കും കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഷാരോണിന്റെ സഹോദരന്റെ ഒരു ആയുർവേദിക് ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ, കഷായവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒരു തരത്തിലും ഗ്രീഷ്മ കുടുങ്ങില്ലായിരുന്നു. ഇപ്പോഴും അവൾ വിലസി നടന്നതിനെ. അതാണ് പറയുന്നത്, നമ്മളൊരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊടുക്കാൻ വേണ്ടി ദൈവം ആരെങ്കിലും അങ്ങ് നിയോഗിക്കും. അങ്ങനെ അവിടെ ഗ്രീഷ്മയെ കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച വ്യക്തിയായിരുന്നു ഷാരോണിന്റെ സഹോദരൻ. എന്നിരുന്നാലും ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തെങ്കിൽ കൂടിയും ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലുണ്ടായിരുന്നു. ഒന്നാമത്, ഗ്രീഷ്മ ഷാരോണിന് കഷായം കൊടുക്കുന്നതിന് ദൃക്സാക്ഷികളായ ആരും തന്നെ ഇല്ലായിരുന്നു. അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പിന്നെ ഗ്രീഷ്മ ഷാരോണുമായി നടത്തിയ ചാറ്റിങ്ങും കാര്യങ്ങളും ഗ്രീഷ്മ ഇന്റർനെറ്റിൽ നടത്തിയ സെർച്ചിന്റെ ഹിസ്റ്ററിയും എല്ലാം ഗ്രീഷ്മ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്തൊരു തടസ്സമായിരുന്നു.
പക്ഷെ അതെല്ലാം സൈബർ സെല്ല് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ഗ്രീഷ്മ ചെയ്ത കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെ. എന്നിരുന്നാലും ഇന്ന് രാവിലത്തെ വിസ്താരവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും വന്ന ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടോക്കാം. ഷാരൂൺ വധക്കേസിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും സാധാരണ സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക. ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അല്ലക്ക അവൾക്കൊരു പയ്യനെ കൊന്നിട്ട് പഠിക്കണം പോലും. തൽക്കാലം ബിരുദാനന്തര ബിരുദൊക്കെ അവിടെ നിൽക്കട്ടെ, പഠിത്തമൊക്കെ ഇനി ജയിലിൽ മതി. ഒരു പയ്യനെ കൊന്നിട്ട് അവൾക്ക് ഇനി പഠിക്കാഞ്ഞിട്ടാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗ്രീഷ്മ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൾ മിടുക്കിയാണ്, നന്നായി പഠിക്കുന്നൊക്കെ. എനിക്ക് അതാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഓർമ്മ വന്നത്. എന്തായാലും കോമഡി ആയിക്കണത് കേട്ടോ. എന്തൊക്കെയായാലും വിധിക്ക് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. തിങ്കളാഴ്ച ശിക്ഷ കോടതി വിധിക്കുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് തൂക്കിക്കൊല്ലാണെന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് ജീവപര്യന്തം മതി എന്നുള്ളതാണ്. തൂക്കിക്കൊല്ലലൊന്നും നടക്കുന്ന കേസല്ല. അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തൂക്കിക്കൊല്ലത്തുള്ളൂ. ഇവിടുത്തെ ഒരു ശിക്ഷാവിധി വെച്ചിട്ട് കൂടിപ്പോയാണെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കും. അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. എന്തായാലും ജീവപര്യന്തം തന്നെ കൊടുക്കട്ടെ അല്ലേ. അതിനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.